എൻ്റെ സെർവൻറ്റ് ഇന്നലെ വന്നിട്ട് ചോദിച്ചു, ഒരു 500 രൂപ ശമ്പളം കൂട്ടി തരണം, ഞാനിവിടെ ജോലിക്ക് വരാൻ തുടങ്ങിയിട്ട് 3 കൊല്ലമായില്ലേ, വിലക്കയറ്റമൊന്നും താങ്ങുന്നില്ല, എല്ലാവരുടെയും ശമ്പളം കൂട്ടി തന്നു എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തു. ഞാൻ ഇവരെന്താ ഇങ്ങനെ പെട്ടെന്ന് ഒന്ന് ചോദിക്കുന്നത് എന്നുള്ളതായി. അപ്പോൾ ആ സമയത്ത് ഞാനൊന്നും പറഞ്ഞില്ല, യെസ് എന്നോ നോ എന്നൊന്നും പറഞ്ഞില്ല. പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നാളത്തോട് ജോലിക്ക് വരാതെ ആയപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, വീട്ടിലുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന വീട്ടിലുള്ള മുതിർന്നവരാണ് ചേച്ചി, അപ്പം ഞാൻ ആലോചിച്ചിട്ട് അവരോട് കൂടെ ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ നാളെ പറയാമെന്ന് പറഞ്ഞപ്പം ശരി എന്ന് പറഞ്ഞവർ പോയി. ശരിക്കും ഞാൻ തന്നെയാണ് എത്ര കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. പക്ഷേ ഞാൻ എത്ര കൊടുത്താലും അവരത് അക്സെപ്റ്റ് ചെയ്യണമല്ലോ. അപ്പം അതിനുവേണ്ടി എന്ത് പറയാം എന്നുള്ളത് ആലോചിക്കാൻ ആയിട്ടായിരുന്നു ആ ഒരു സമയം. അപ്പം പിറ്റേന്ന് അവർ വന്നു. ഞാൻ പറഞ്ഞു, ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ടാണ് ചെയ്യുന്നത്, ഇവിടുത്തെ വർക്കെല്ലാം സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഞാൻ ചേച്ചിയുടെ കാര്യം ഇന്നലെ വീട്ടിൽ അവതരിപ്പിച്ച സമയത്ത് അവർ ചോദിക്കുന്നത്, ഇവിടെ മെയ്ഡൊക്കെ ഉണ്ടോ, ഈ ജോലികളൊക്കെ നീ തന്നെയല്ലേ ചെയ്യുന്നത്, അങ്ങനെയാണ് അവർ ചോദിക്കുന്നത്. അവർ വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവർക്ക് ഇവിടെ ഒരു മെയ്ഡുള്ള കാര്യം അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം ചേച്ചി രാവിലെ 6 to 7 വരുന്നത്. അപ്പം ആ സമയത്ത് അവർ ഉറങ്ങുവാണ്, അവർ ചേച്ചിയെ കണ്ടിട്ടില്ല. അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ ജോലികളെല്ലാം ചേച്ചിയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, ഇനി മുതൽ ചേച്ചി ഒരു കാര്യം ചെയ്യൂ, ഹാർഡ് വർക്ക് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് അവർക്കൊന്ന് വിസിബിൾ ആയാൽ മതി. അതായത് ചേച്ചിയാണ് ഈ ജോലികളൊക്കെ ചെയ്യുന്നതെന്നുള്ളത് അവർക്കൊന്ന് അറിഞ്ഞാൽ മതി, ഒന്ന് വിസിബിൾ ആയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അവർക്ക് എന്താണെന്നൊന്നും മനസ്സിലായില്ല. അതായത് ഞാൻ തന്നെയാണ് ഈ 6 to 7 എന്നുള്ള ഒരു ടൈമിംഗ് പറഞ്ഞ് കൊടുത്തത്. കാരണം അതിനുശേഷം എല്ലാവരും ജോലിക്ക് പോകുന്ന തിരക്കിലായിരിക്കും. അപ്പം ക്ലീനിങ് പ്രോസസ്സെല്ലാം അതിന് മുന്നേ കഴിഞ്ഞിട്ട് പോകാനായിട്ട് ഞാൻ തന്നെയാണ് ഇൻസ്ട്രക്ഷൻ കൊടുത്തത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി അവസാനം ഞാൻ ചേച്ചിയുടെ കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്ത്, ഞാൻ ചേച്ചി ഉള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോകുന്നത്, ഞാനല്ല ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞ്, ചേച്ചി നല്ല ഹാർഡ് വർക്കിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് നല്ലോണം ഫൈറ്റ് ചെയ്തിട്ടാണ് ചേച്ചിയുടെ കാര്യം ഞാനൊന്ന് സമ്മതിപ്പിച്ചത്. അവസാനം അവർ പറഞ്ഞു, ഒരു 50 രൂപ കൂട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 50 രൂപ എന്ന് പറഞ്ഞപ്പോൾ അവരൊന്ന് സൈലൻ്റ് ആയി എന്നിട്ട് പറഞ്ഞു, ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് അവർ പോയി. അപ്പം ഞാനും ഹാപ്പി ആയി. എനിക്കറിയാമായിരുന്നു അവർക്ക് സാറ്റിസ്ഫൈ ആയിട്ടില്ല, അൺഹാപ്പിയാണ്, ഒരു കൺഫ്യൂസ്ഡ് ഫേസ് ആയിട്ടാണ് അവർ പോയത്. അപ്പോൾ ഈ കഥയിലെ കൺഫ്യൂസ്ഡ് ആയിട്ട് പോയ ആൾ ഞാനും ഈ സാലറി നെഗോസിയേഷൻ നടത്തിയ ആൾ എൻ്റെ മാനേജറുമാണ്.